നമസ്കാരം. ഫോക്സ്ഡെയിലിൻ്റെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം. 50ഓളം കമ്പനികൾ നേരിട്ടും 200ഓളം കമ്പനികൾ ഓൺലൈനിലും പ്രസൻറ്റ് ചെയ്യുന്ന ബിസിനസ് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഫോക്സ്ഡെയിൽ നിന്നാണ്. ഞങ്ങളുടെ 11th എഡീഷനായ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുടെ ടൈറ്റിൽ സ്പോൺസറാണ് ഹൈസ് വെഞ്ചേഴ്സ്. ഹൈസ് വെഞ്ചേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സനൂഫ് ഖാൻ എന്നോടൊപ്പം ഉണ്ട്. എക്സ്പോയെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് അദ്ദേഹം നേരിട്ട് ഷെയർ ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് സനൂഫ്. ഹൈസ് വെഞ്ചേഴ്സ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. വിവിധ മേഖലകളിലാണ് ഞങ്ങൾ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് IT പ്രോഡക്റ്റുകളായിട്ട് ബുക്കെ പൂജ, അതുപോലെ നിയർ സെല്ലേഴ്സ്, സ്കാൻമി ഹ്യൂയാം എന്നീ 3 പ്രോഡക്റ്റുകളായിരുന്നു ഞങ്ങൾക്ക് IT സെഗ്മെൻറ്റിൽ ഇന്ന് ഞങ്ങൾ കാഴ്ചവെച്ചത്. അതുകൂടാതെ ഹൈസ് ആഗ്രോ, അതായത് ഓർഗാനിക് പ്രോഡക്റ്റുകളുടെ മാനുഫാക്ചറിങ്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റായിട്ടുള്ള ഹൈസ് ആഗ്രോയും ഞങ്ങളുടെ സെഗ്മെൻറ്റിലുണ്ടായിരുന്നു. അതുകൂടാതെ മെക്കാനിക്കൽ പ്രോഡക്റ്റുകളുടെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഹൈസ് മെക്ഡ്രൈവ് എന്ന സെക്ഷനും ഇന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റെസ്പോണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ നമ്മുടെ എൻ്റയർ സെക്ഷനിൽ നിന്ന് ലഭിച്ചത്. വരുന്ന കസ്റ്റമേഴ്സിൽ മോർ ദാൻ 20% ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് മോർ ദാൻ 20% കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഏകദേശം സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നൊരു 3ഓളം ഫ്രാഞ്ചൈസീസ് ഓൾറെഡി ഞങ്ങൾക്ക് സെല്ലായിട്ടുണ്ട്. അത് നിയർ സെല്ലേഴ്സ്, ബുക്കെ പൂജ സെഗ്മെൻറ്റിലാണ് വന്നത്. അറൗണ്ട് ഏകദേശം 40ഓളം ഹോട്ട് എൻക്വയറീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോണ്ട് ഞങ്ങൾക്ക് ഉച്ചവരെ ഉണ്ടായിരുന്ന ഒരു ക്രൗഡിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഈവനിങ്ങിൽ ശേഷം മറ്റെന്തോ കാരണങ്ങളാൽ കുറച്ച് ആൾക്കാരുടെ, അത് ചിലപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെസ്പോൺസീവായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ എന്താ പറയുക, കുറച്ച് ക്രൗഡ് ഈവനിങ്ങിന് ശേഷം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത്രയും ക്രൗഡ് വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ക്ലയൻസിനെ ഉച്ചയ്ക്ക് മുമ്പേ ഞങ്ങൾക്ക് ഏകദേശം ലഭിച്ചിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്തായാലും ഇത്തരം രീതിയിലേക്ക് ഞങ്ങളെ സഹായിച്ച ഫോക്സ്ഡെയിലിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു. നമ്മുടെ മറ്റ് എക്സ്പോകളിലും എനിക്ക് തോന്നുന്നു ഇദ്ദേഹം നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3ാമത്തെ 4ാമത്തെ എക്സ്പോയിലാണ്. 4ാമത്തെ എക്സ്പോയിലാണ്. അപ്പം കഴിഞ്ഞ 4 എക്സ്പോകളിലും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രചോദനമാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇവൻറ്റിലേക്ക് ഒരു ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പരിഹരിക്കും അടുത്ത ഇവൻറ്റുകളിൽ. മാത്രമല്ല, ഇപ്പോൾ തുടർന്ന് നമ്മളും ടെക്നോ പാർക്കിലെ കമ്പനിയാണ്, ഞങ്ങൾ അടുത്തടുത്ത കമ്പനിക്കാരാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഭാവിയിലും ഇവർ മാത്രം ഹൈസ് വെഞ്ചേഴ്സ് മാത്രമല്ല, ഞങ്ങളുടെ എക്സ്പോയിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടാവുന്ന മാക്സിമം ബിസിനസ് സപ്പോർട്ട് കൊടുക്കുമെന്ന് ഞങ്ങൾ വാക്ക് തരുന്നു. തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ 4 എക്സ്പോകളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് മുമ്പുള്ളതും ശേഷമുള്ളതുമായിട്ടുള്ള. അതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ഏകദേശം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 10ഓളം ആഴ്ചകളിലായിട്ട് എല്ലാ വീക്കെൻഡിലും പത്രത്തിൽ മനോരമയിൽ നമ്മുടെ ആഡ് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസുകളൊക്കെ ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ബാക്കി ഈ ഗ്രൂപ്പുകൾ വഴിയുള്ള കമ്മ്യൂണിക്കേഷനും ചാനലുകൾ മുഖാന്തരമുള്ള കമ്മ്യൂണിക്കേഷനും ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വഴിയുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ 1000-2000 കസ്റ്റമേഴ്സിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്രൗഡ് എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും പലരും വരുന്നത്. ഞങ്ങളും ഓഫ് കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂസ്ഫുള്ളായിട്ടുള്ള ക്ലയൻസ് എന്ന് പറയുന്നത് പെയ്ഡ് ചെയ്ത് വരുന്ന ഉച്ചയ്ക്ക് മുമ്പ് വരുന്ന കസ്റ്റമേഴ്സാണ്. അതൊരു റിയാലിറ്റിയാണ്. നമ്മുടെ ഈ ഒരു കഴിഞ്ഞൊരു 4-5 എക്സ്പോകളിൽ പങ്കെടുത്ത ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പറയുന്നതാണ്. കാരണം ആവശ്യമുള്ളവർ മാത്രമേ പെയ്ഡ് കസ്റ്റമേഴ്സായിട്ട് വരത്തുള്ളൂ. അതൊരു റിയാലിറ്റിയാണ്. കാരണം കുറേ ക്രൗഡ് കൂടി വന്നിട്ട്, അതായത് 100, 200, 500 എൻക്വയറീസ് വന്നിട്ട് അതിൽ നിന്നൊരു നമുക്ക് കൺവേർഷൻ സാധ്യതയുള്ള ഒരു 2-3 എൻക്വയറി കിട്ടുന്നതിനേക്കാൾ നല്ലത്
നമുക്ക് വരുന്ന ഒരു 50 എൻക്വയറിയിൽ നിന്ന് ഒരു 20-25 എൻക്വയറികൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ബിസിനസ്മാൻ ആസ് എ ബിസിനസ് സൈഡിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും ബെറ്റർ അതാണ്. അത് ഇന്നത്തെ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ള എക്സ്പോകളിൽ സംഭവിക്കുന്ന രീതിയിൽ ഈവനിങ്ങിന് ശേഷം ഒരു ഓപ്പൺ ക്രൗഡ് സാധാരണഗതിയിൽ വരാറുണ്ട്. അത് കൊണ്ട് സത്യത്തിൽ നമ്മൾ ക്ഷീണിക്കുമെന്നല്ലാതെ യൂസ്ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് പൊതുവേ മറ്റുള്ള എക്സ്പോകളിലൊക്കെ കണ്ടിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എഫക്റ്റീവാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം. കാരണം ഉച്ചവരെ വന്ന ക്ലയൻറ്റുകളിൽ നമുക്കൊരു 20%ഓളം നമുക്ക് കൺവേർഷൻ സാധ്യതയുള്ള ക്ലയൻറ്റുകളാണ്. അതൊരു നല്ലൊരു റേഷ്യോ ആണ്. എനിവേ എന്തായാലും നമുക്ക് കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. ഞങ്ങളുടെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുമായി സഹകരിച്ച എല്ലാ മാനുഫാക്ചേഴ്സിനും വിസിറ്റേഴ്സായി വന്ന എല്ലാ ബിസിനസ് ഏക്കേഴ്സിനും ഫോക്സ്റ്റൈലിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.